ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാർവൽ DC സിനിമകളിലെ ടോപ്പ് 5 ആയിട്ടുള്ള ഐക്കോണിക് സൂപ്പർ ഹീറോ വെപ്പൺസിനെ കുറിച്ചാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അയൺമാൻ ആൻഡ് ബാറ്റ്മാൻ ഈ രണ്ടുപേരും മെയിൻ ആയിട്ട് വെപ്പൺസ് ഉപയോഗിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത് തന്നെ. ഇവരുടെ സ്യൂട്ടും ഇവരുടെ ഫൈറ്റിംഗ്സും എല്ലാം വെപ്പൺ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഇവർ ഇരിച്ചില്ലെന്ന് ഞാൻ ഒഴിവാക്കുന്നു. ടോപ്പ് 5-ൽ അഞ്ചാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ്. ക്യാപ്റ്റന്റെ ഷീൽഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവഞ്ചേഴ്സിന്റെ ഒരു ഐഡന്റിറ്റി നമുക്ക് കാണാൻ സാധിക്കും. സിനിമയിൽ വൈബ്രേനിയം മെറ്റൽ കൊണ്ടാണ് ഷീൽഡ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ കൊമിക്സിൽ അഡമാന്റിയം വൈബ്രേനിയം അലോയ് കൊണ്ടാണ് ഷീൽഡിന്റെ രൂപകൽപ്പന. നമ്മളിത് കൊമിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല. ക്യാപ്റ്റന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ ഷീൽഡ് വരുമ്പോൾ കൂടുന്നതും അതെങ്ങനെ കൃത്യമായി ഉപയോഗിക്കുന്നുവെന്നും നമുക്ക് ക്യാപ്റ്റന്റെ ഓരോ സിനിമ കാണുമ്പോഴും നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. തോറിന്റെ ഹാമറായ മ്യോൾനിയറിനെ പോലും തടയാൻ സാധിക്കുന്ന ഒരു അൾട്ടിമേറ്റ് വെപ്പണായി നമുക്ക് ക്യാപ്റ്റന്റെ ഷീൽഡിനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ടോപ്പ് 5-ൽ അഞ്ചാമത്തെ സ്ഥാനത്ത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ്. നാലാമതായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അൾട്ടിമേറ്റ് വെപ്പണാണ് അക്വാമാന്റെ ട്രൈഡന്റ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണിത്. തോറിന് മ്യോൾനിയർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അക്വാമാന് ട്രൈഡന്റ്. ഐക്കോണിക് സൂപ്പർ ഹീറോ വെപ്പൺസിൽ 4-ാം സ്ഥാനം അക്വാമാന്റെ ട്രൈഡന്റിന് തന്നെയാണ്. ഈ കൂട്ടത്തിൽ മൂന്നാമതായി കാണാൻ സാധിക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ് ഗ്രീൻ ലാന്റേൺ റിംഗ്. ഈ ലാന്റേൺ സോഴ്സ് ഓഫ് എനർജിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുന്ന എനർജിയെ ഈ റിംഗിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് അതിനെ പ്രൊജക്ട് ചെയ്ത് നമ്മുടെ മൈൻഡ് വിചാരിക്കുന്ന ഏതൊരു വെപ്പണാക്കി മാറ്റുവാനും ഈ റിംഗിന് സാധിക്കും. ഈ റിംഗിന്റെ സഹായത്തോടെ പറക്കുവാനും സാധിക്കുന്നതാണ്. റിംഗിന്റെ പവർ മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്ന ഉടമയുടെ വിൽ പവറും ഗ്രീൻ ലാന്റേണിന്റെ പവർ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഐക്കോണിക് സൂപ്പർ ഹീറോ വെപ്പൺസിൽ 3-ാം സ്ഥാനം ഗ്രീൻ ലാന്റേൺ റിംഗിനുള്ളതാണ്. ഐക്കോണിക് സൂപ്പർ ഹീറോ വെപ്പൺസിൽ 2-ാം സ്ഥാനം തോറിന്റെ ഹാമറായ മ്യോൾനിയറിലാണ്. ഈ ഹാമർ മാർവൽ കോമിക്സിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഉറു മെറ്റൽ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തോറിന്റെ ലൈറ്റനിങ് എനർജിയെ ഫോക്കസ് ചെയ്യാനാണ് മെയിനായി ഈ വെപ്പൺ യൂസ് ചെയ്യുന്നത്. ഓടിന്റെ സ്പെല്ല് ഉള്ളത് കാരണം ഈ ഹാമർ ഉയർത്തുവാൻ വൃത്തിയായിട്ടുള്ള ആരെങ്കിലും ഈ ഹാമർ ഉയർത്തുകയാണെങ്കിൽ അവർക്ക് തോറിന്റെ പവർ ലഭിക്കും. തോറിന്റെ മൊത്തം എനർജിയെ ഈ വെപ്പണിൽ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. വെപ്പൺ ആർക്ക് നേരെ എറിഞ്ഞാലും തിരികെ അതിന്റെ ഉടമസ്ഥന്റെ അടുത്ത് തിരിച്ചു വരുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഈ ഹാമർ ഉപയോഗിച്ച് ലൈറ്റിന്റെ സ്പീഡിൽ പറക്കുവാൻ സാധിക്കും. ഒരു മല പോലും നിഷ്പ്രയാസം അടിച്ചു തകർക്കുവാൻ ഈ വെപ്പൺ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സൂപ്പർ ഹീറോ വെപ്പൺസിൽ 2-ാം സ്ഥാനം മ്യോൾനിയറിനുള്ളതാണ്. 1-ാം സ്ഥാനം നിങ്ങളെല്ലാം ഇമാജിൻ ചെയ്തത് തന്നെയാണ്. മ്യോൾനിയറിന്റെ ചേട്ടൻ എന്ന് അവകാശപ്പെടാവുന്ന സ്റ്റോം ബ്രേക്കർ. ഈ അൾട്ടിമേറ്റ് വെപ്പണും ഉറു മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മ്യോൾനിയറിനുള്ള എല്ലാ കഴിവുകളും സ്റ്റോം ബ്രേക്കറിനുമുണ്ട്. ലൈറ്റനിങ് ഫോക്കസ് ചെയ്യാനും ലൈറ്റിന്റെ വേഗത്തിൽ പറക്കാനും ഇതിന് സാധിക്കും. എന്നിരുന്നാലും ഇതിന് വെർത്തി സ്പെൽ ഇല്ലാത്തതിനാൽ ആരോഗ്യവാനായ ആർക്കും ഇത് ഉയർത്തുവാൻ സാധിക്കും. സ്റ്റോം ബ്രേക്കറിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ബൈഫ്രോസ്റ്റിന്റെ പവർ എന്ന പോലെ യൂണിവേഴ്സിന്റെ ഏത് കോണിലേക്കും ട്രാവൽ ചെയ്യുവാൻ സാധിക്കും. സ്റ്റോം ബ്രേക്കറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻഫിനിറ്റി വാറിൽ നമ്മൾ കണ്ടതാണ്. താനോസിന്റെ ഇൻഫിനിറ്റി ഗോൾലെറ്റിലെ 6 ജെൻസിന്റെ പവറിനെ ഓവർകം ചെയ്തുകൊണ്ട് താനോസിന്റെ നെഞ്ചിലേക്ക് ആഴത്തിൽ മുറിവേൽപ്പിക്കുവാൻ സ്റ്റോം ബ്രേക്കറിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 1-ാം സ്ഥാനം സ്റ്റോം ബ്രേക്കറിന് മാത്രമുള്ളതാണ്. എന്റെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.